കോക്കനട്ട് മിൽക്ക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങാപ്പാൽ കൊണ്ട് ഇത് അരമണിക്കൂർ വെള്ളൊഴിച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, വെച്ച് വേവിച്ചെടുക്കാം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത അരിയുടെ 9 മിനിറ്റ് ആയിരുന്നു. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോക്കനട്ട് മിൽക്ക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങാപ്പാൽ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തേങ്ങാപ്പാൽ ചോറ് ഉണ്ടാക്കുവാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ്. ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 4 കപ്പ് തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുവാനായി തുടങ്ങാം. അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടി. ഇതെല്ലാം കൂടെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്തി എടുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ഒരു 4-5 സെക്കൻഡ് നമുക്ക് ഇതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓരോ ബസ്മതി റൈസിനും ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ അളവ് കുറച്ച് വ്യത്യാസം വരും. പാക്കറ്റിന് പുറത്ത് എഴുതിയിട്ടുണ്ടാവും ഓരോ ബസ്മതി റൈസിനും എത്ര വെള്ളം ചേർക്കണമെന്ന്. അതേ അളവിൽ തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ നെയ്യിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളിയും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. 9 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിൻ്റെ ആവിയെല്ലാം നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് അരി എന്തായെന്ന് നോക്കാം. അരിത ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വേവാനുള്ള സമയം ഞാനിപ്പോൾ എടുത്ത അരിയുടെ 9 മിനിറ്റ് ആയിരുന്നു. നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും കുക്കറിൽ വേവിക്കുമ്പോൾ വേവാൻ എടുക്കുന്ന സമയം. അതിനനുസരിച്ച് കുക്കിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായി അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചിക്കൻ ചുക്കയുടെ ഒപ്പമാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.